ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. ഇന്ന് കുറച്ച് ഐറ്റംസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ക്രാഫ്റ്റ് ചെയ്യാനല്ല. രാവിലത്തെ ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ സംഭവം എന്താണെന്ന് പലർക്കും പിടിയിട്ടിട്ടുണ്ടാവും. ഇനി നിങ്ങൾ കാത്തിരുന്ന ഗീവ് അവേയുടെ ഐറ്റംസ് കാണാം. ആദ്യത്തെ ഐറ്റം ഒരു സ്കെച്ച് പെന്നിൻ്റെ സെറ്റാണ്. 12 കളേഴ്സ് വരുന്നത്. ഇതിൽ നമ്മുടെ നോർമൽ കളേഴ്സ് ഉണ്ട്, പിന്നെ ലൈറ്റ് പിങ്കും ലൈറ്റ് ബ്രൗണും കൂടെ വരുന്നുണ്ട്. പിന്നെ വുളൻ ത്രെഡാണ്. 2 കളേഴ്സ് ഉണ്ട്, വൈറ്റും പിങ്കും. രണ്ടും നല്ല 2 കളേഴ്സാണ്. പിന്നെ ഇതാ ഈ ഒരു ത്രെഡിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ത്രെഡ് തന്നെയാണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്, ഒരു 3-4 കളേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ത്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ത്രെഡ് നമുക്ക് എംബ്രോയ്ഡറിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ആ ഒരു കളർ ഷെയ്ഡ് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അത് നല്ല കാണാൻ ഭംഗിയുണ്ട്. പിന്നെ വന്നിട്ട് ഒരു പെയിൻറ്റിങ് ബ്രഷാണ്. അതിൻ്റെ തിക്നെസ് ഇതാ ഈ ഒരു അളവിലാണ് വരുന്നത്. ഇതുപോലത്തെ ഒരെണ്ണം എനിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഒരു വൈറ്റ് പേൾസോ ബീഡ്സിൻ്റെ പാക്കറ്റാണ്. ഇതിൽ എത്ര ഉണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഒരു കുഞ്ഞ് പാക്കറ്റാണ്. അതും ഞാൻ കാണാൻ നല്ല ഭംഗി തോന്നിയപ്പോൾ മേടിച്ചതാണ്. ഇതൊന്നും ഞാൻ വേറെ ഗീവ് അവേയിൽ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. നെക്സ്റ്റ് ഐറ്റം ഒരു ഗ്ലൂ സ്റ്റിക്ക് ഓർ പേപ്പർ ഗ്ലൂ ആണ്. ഇത് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ജേർണലിംഗ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതെന്തായാലും യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ എക്കാലത്തെയും മെയിൻ ഒരു ഫെവിക്കോൾ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഐറ്റം, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു എറൈസറാണ് കേട്ടോ. ലിപ് ബാമിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് തോന്നി. അപ്പോൾ ഇതിൻ്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഹെലോ കിറ്റി തീമിൽ വരുന്ന എറൈസറാണ്. അതുപോലെ ഈ ഒരു സംഭവം ഈ ഒരു സെല്ലോ ടാപ്പാണ്. അത് കട്ട് ചെയ്യുന്ന ഒരു കട്ടറുണ്ട്. ഇതിന് എന്താ പേര് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം മേടിച്ചു. പിന്നെ ഒരു നോർമൽ സ്റ്റിക്കി നോട്ട്, ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നത്. അതുപോലെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പെന്നും കൂടെ മേടിച്ചിട്ടുണ്ട്, യെല്ലോ കളറിൽ വരുന്നത്. പിന്നെ ആ പെന്ന് മേടിച്ചപ്പോൾ കണ്ടപ്പോൾ മേടിച്ചതാണ് ഈ ഒരു ക്രാബ്. ക്രാഫ്റ്റ് ഐറ്റത്തിൻ്റെ ഇടയിൽ കൂടെ എന്തിനാ ഇങ്ങനെ ഒരു ഐറ്റം നിങ്ങൾ വിചാരിച്ചോ? ഞാനും ഇപ്പോൾ ഒന്ന് വിചാരിച്ചു പോയി, പക്ഷേ കണ്ടപ്പോൾ മേടിച്ചതാണ്. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ. പിന്നുള്ളത് ഇതാ ഈ ഒരു ഓർഗനൈസറാണ്. അത്യാവശ്യം നല്ല സൈസ്, മീൻസ് ഹൈറ്റ് ഉണ്ട്, ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഒക്കെ ഉണ്ട്. കുറേ സാധനം സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു ഓർഗനൈസറും കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ക്രാബും ഒരു ഗ്ലൂവും കൂടെ എന്തിനാ അതിലോട്ടിട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരു സെറ്റായിട്ട് മാറ്റി വെക്കാം. കാരണം ഇപ്പോൾ പറഞ്ഞുതരാം, ഇതും കൂടെ ഒന്ന് കഴിയട്ടെ. ഇനി ഇയാളെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം നമ്മളൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ഒത്തിരി ഫേമസ് ആയ ആളാണ്. ഒരു ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള മിനി പൊട്ടുന്ന വാട്ടർ ബോട്ടിൽ. പക്ഷേ ഒരു സംഭവം ഉണ്ട്, അതും ഒരു കഥയാണ്. ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു സംഭവം പൊട്ടിപ്പോയി. ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യത്തെ ഇവിടെ 2 ഓപ്പണിങ്സ് ഉണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് സ്ട്രോ വരുന്നുണ്ട്, അതല്ലാണ്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇതിൻ്റെ അകത്താണ് ഇപ്പം ഞാൻ അതിൽ ഇട്ടിട്ടുള്ള ആ ഒരു ബാൻഡ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്താണ് വരുന്നത്. പിന്നെ ഇതാ ഈ ഒരു പേളിൻ്റെ ചെയിനും, ആ ചെയിൻ ഹാങ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാനതൊക്കെ വീഡിയോ എടുത്തപ്പം അതുപോലെ അങ്ങ് പൊട്ടിപ്പോയി. എന്താ പറയുക, കരയണോ ചിരിക്കണോ എന്നറിയാത്തൊരവസ്ഥ എന്നൊക്കെ പറയില്ല, അതന്നായിരുന്നു സത്യമായിട്ടും. കാരണം ഞാൻ അത്രയ്ക്ക് ഓൺലൈൻ ലവർ അല്ല, മീൻസ് ഓൺലൈൻ പർച്ചേസിങ് വളരെ കുറവാണ്. അപ്പോൾ ആദ്യമായിട്ട് പല വീഡിയോസിലും കണ്ടിട്ട് ഞാൻ മേടിച്ചത്, നിങ്ങൾക്ക് വേണ്ടി മേടിച്ച ഒരു ഐറ്റമായിരുന്നു. അത് ഇങ്ങനെ ആയി പോയപ്പം എന്താ പറയുക, ഒരുപാട് വിഷമം തോന്നി. ഞാൻ ആ ഹാങ്ങിങ് വേറെ എങ്ങനെയെങ്കിലും ഫിറ്റാക്കാൻ പറ്റുമെന്ന് ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ എങ്ങനെയായിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. മീൻസ് വെക്കാം, ഈ ഒരു അടപ്പിൻ്റെ ഇതിന് വെക്കാൻ പറ്റും, പക്ഷേ നമുക്ക് ഹാങ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നമുക്ക് റിട്ടേൺ ചെയ്യാനും പറ്റില്ല. എനിക്കിതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. അത് നിങ്ങൾക്ക് തന്നെ തരണം എന്നുണ്ട്. അതിലെന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുമെന്ന് ഞാൻ ട്രൈ ചെയ്യും, ബോറാവാണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അഭിപ്രായം തെറ്റാണോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നിങ്ങളത് കമൻറ്റിൽ അറിയിക്കുക. സോ ഞാനിപ്പോൾ വിചാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുള്ളത് എങ്ങനെയാണ്, നമ്മൾ ആദ്യം കണ്ട ഐറ്റംസ് മൊത്തം ഫസ്റ്റ് പ്രൈസായിട്ട് നമ്മൾ കൊടുക്കും. അതേപോലെ ഈ ഒരു ബോട്ടിൽ നമ്മൾ സെക്കൻഡ് പ്രൈസായിട്ട് ഒരാൾക്ക് കൊടുക്കും. പിന്നെ നമ്മൾ കാണിച്ച ഒരു ഓർഗനൈസർ, അതുപോലെ ക്രാബ്, പെന്ന്, നമ്മൾ വേറൊരു സെറ്റ് ഓഫ് ഗിഫ്റ്റാണ്. അത് നമ്മൾ കുറച്ച് മുൻപ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലിടുന്ന കമൻറ്റിൽ മാക്സിമം ലൈക്ക് കിട്ടുന്ന ആൾക്കാണ് നമ്മൾ ആ ഒരു ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ കുറച്ചായിട്ടിട്ട്, പക്ഷേ അതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഡേയ്സ് തരാം. April 17th കേട്ടോ. April 17th വരെ ആ ഒരു ഷോർട്സിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ട് മാക്സിമം ലൈക്ക് കിട്ടുന്ന ആ ഒരു കമൻറ്റർക്ക് നമ്മൾ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അതായത് ആ ഒരു ഓർഗനൈസർ, പെന്ന്, അതുപോലെ ക്രാബ്. ഇനി നമ്മുടെ മറ്റേ ഗിഫ്റ്റ്, അതായത് ഫസ്റ്റ് വിന്നറിനുള്ള ബാക്കി ഗിഫ്റ്റും സെക്കൻഡ് വിന്നറിനുള്ള ഈ ഒരു ബോട്ടിലും തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്നാണോ നമുക്ക് 3K സബ്സ്ക്രൈബേഴ്സ്, 3000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നത്, അന്നായിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. ഇൻ കേസ് അതിന് ഒരുപാട് ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മുൻപേ ചെയ്യും.
പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഞാൻ സെലക്ട് ചെയ്ത ഐറ്റംസ് മൊത്തം ക്രാഫ്റ്റ് റിലേറ്റഡ് വരുന്ന ഐറ്റംസ് ആണ്. അതായത് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കിട്ടിയാലേ ഇതുകൊണ്ട് ഒരു യൂസ് ഉണ്ടാവുള്ളൂ. അപ്പം അത്തരം ആൾക്കാർ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലും അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം, ഈ ഒരു ഗിഫ്റ്റ് കിട്ടാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, ഈ വീഡിയോക്ക് താഴെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടണം. വെറുതെ കമൻറ്റ് ഇട്ട് പോയാൽ പോരാ. കാരണം ഗീവ് അവേ എന്ന് പറയുമ്പോൾ മാത്രം ഓടി വരുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഗീവ് അവേയും ഗിഫ്റ്റും ഒന്നും പ്രതീക്ഷിക്കാണ്ട് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പം അവരൊരിക്കലും പൊട്ടന്മാരാവാൻ പാടില്ല. സോ ഈ ഒരു വീഡിയോക്ക് താഴെ ഇടുന്ന കമൻറ്റിൽ നിന്നാണ് ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അത് ജെനുവിൻ ആയിട്ടുള്ള ഒരാളായിട്ട് ഫീൽ ചെയ്യണം. അതായത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ഇട്ടിട്ട് ജസ്റ്റ് പോയാൽ പോരാ. നമ്മളെ ബാക്കി വീഡിയോസും കണ്ടിട്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം. അതായത് ആ വീഡിയോസിലൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ വീഡിയോസും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അതാണ് എനിക്കും നിങ്ങൾക്കും നല്ലത്. നമ്മൾ കഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയില്ലേ, ആ ഒരു സംഭവം തന്നെ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരാം. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൊടുത്താൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അർഹതപ്പെട്ടവർക്ക് തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.